യേശുവിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് സമ്പൂർണമായ സമർപ്പണത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയിൽ നമുക്ക് നേടാൻ സാധിക്കും. ഈ കൃപയുടെ സമൃദ്ധി നേടണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവേഷ്ടത്തിന് സമ്പൂർണ്ണം വിട്ടുകൊടുക്കുക, വീണ്ടും സ്വന്തം പദ്ധതി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഇതിന് രണ്ടും ആഴമായൊരു വിശ്വാസം ആവശ്യമാണ്. ഈ തരത്തിലുള്ള സംഭവമാണ് നമ്മൾ ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം ഗെത്സമേൻ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തു നടത്തുന്നത്. സഹനത്തിൻ്റെ അവസ്ഥയിൽ ഇതൊന്ന് മാറ്റിത്തരോ എന്ന് ഈശോ പിതാവിനോട് ചോദിച്ചു. ഉടനെ തന്നെ ഈശോ പറയുന്നുണ്ട്, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇതാണ് പ്രിയമുള്ളവരെ സമ്പൂർണ്ണ സമർപ്പണം. ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്ന് ഈ സമ്പൂർണ്ണ സമർപ്പണം നടത്തുമ്പോൾ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ പദ്ധതികളെല്ലാം ദൈവേഷ്ട നിറവേറ്റപ്പെടുവാൻ വേണ്ടി വിട്ടുകൊടുക്കണം. അപ്പോൾ എന്തു ചെയ്യും? പകരം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. എനിക്ക് നന്മയായത് മാത്രം ഈശോ ചെയ്തു തരും. അപ്പോൾ ദൈവത്തിന് എന്നെ തന്നെ വിട്ടുകൊടുത്ത് ദൈവ നിയന്ത്രണം അനുസരിച്ച് ജീവിക്കുവാൻ നാം ഒരുങ്ങണം. അതിന് പ്രിയമുള്ളവരെ വലിയ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. എങ്കിൽ ഈ ആഴപ്പെട്ട വിശ്വാസം നിമിത്തമായിട്ട് എന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവേഷ്ടത്തിന് യെസ് പറയുവാൻ, എൻ്റെ ഹിതത്തിന് നോ പറയാൻ ദൈവം ഈ ദിവസം നമ്മെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, നിന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുള്ള ദൈവത്തിന് ഞാൻ അവൻ്റെ പദ്ധതിക്ക് സമർപ്പിക്കുമ്പോൾ, സമർപ്പിക്കുക എന്ന് പറയുന്ന അവൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ, നമ്മുടെ ഹിതം ദൈവഹിതമായി ചേർത്ത് വെച്ചുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മറക്കരുത്, അനുസരിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് അവൻ്റെ ഇഷ്ടത്തിൽ നിറവേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വലിയ അനുഗ്രഹം കർത്താവ് നമുക്ക് തരും. അച്ഛൻ ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.